ഹലോ ഡിയേഴ്സ്, പവിത്രം ഒരു അടിപൊളി പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ കൂട്ടുകാർ. ഇന്ന് നമുക്ക് കാണുവാൻ സാധിച്ചത് നമ്മുടെ വിക്രം, നമ്മുടെ ശ്രീനിവാസൻ സാറിന്റെ ഒരു കോള് വരുന്നുണ്ട് നമ്മുടെ വിക്രത്തിന് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട്, എടാ എനിക്ക് വേണ്ടി ഒരു കൊട്ടേഷൻ ഇന്ന് തന്നെ നിനക്ക് ചെയ്യാൻ പറ്റുമോ, നീ വേഗം വാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ വിക്രം, ആ ശരി സാർ, ഞാൻ ഉടനെ എത്തിയേക്കാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ വേദ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് വേദ നമ്മുടെ വിക്രത്തിനോട് പറയുന്നുണ്ട്, വിക്രം ഇനി നീ എവിടേക്കും പോകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ വിക്രം പറയുന്നുണ്ട്, നീ എന്നെ ആര് തടയാന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വേദ ആ വിക്രം ഇങ്ങനെ തോക്കും ചൂണ്ടി നിൽക്കുന്ന ഫോട്ടോ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് ഞാൻ അമ്മയെ കാണിക്കട്ടെ, നാട്ടുകാരിയൊക്കെ ചൂടോടുകൂടി കത്തിക്കുന്ന ആ ഒരു ജോലിയാണ് മകനെന്ന് ഞാൻ അമ്മയോട് പറയട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിക്രം അടങ്ങുന്നുണ്ട്. അമ്മയെ അറിഞ്ഞാൽ പിന്നെ അകപ്പാടെ കരച്ചിലും വീഴ്ചയിലൊക്കെ ആകൂല. അമ്മയെ വേദനിപ്പിക്കുന്ന ഒന്നും നമ്മുടെ വിക്രത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല എന്ന് നമ്മുടെ വേദയ്ക്ക് നല്ലോണം അറിയാം. അതാണ് നമ്മുടെ വേദ ആ ഒരു വീക്ക് പോയിന്റിൽ കയറി പിടിച്ചത് കേട്ടോ. അതിനുശേഷം നമ്മുടെ വേദ പറയുന്നുണ്ട്, മര്യാദയ്ക്കുള്ളിൽ കയറി പൊക്കോ, എനിക്കറിയാം നിങ്ങൾ ഇപ്പൊ എങ്ങോട്ടേക്കാ പോകാൻ പോകുന്നതെന്ന്, ഒരിടത്തും നിങ്ങൾ പോകില്ല, വേഗം ഉള്ളിലേക്ക് കയറുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് പറയുമ്പോൾ നമ്മുടെ വിക്രം റൂമിന്റെ ഉള്ളിലേക്ക് കയറി ഇങ്ങനെ കഥ കടച്ച് നമ്മൾ ശ്രീനിവാസൻ സാറിനോട് പറയുന്നുണ്ട്, എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ വിക്രം ആണെങ്കിൽ കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് പുറത്തേക്ക് നോക്കുക, വേദം എങ്ങാനും ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ തനിക്ക് ആ ഒരു തക്കത്തിന് അവിടെ നിന്നും പോകാൻ വേണ്ടി. അപ്പൊ വിക്രം ഇങ്ങനെ ജനലിൽ കൂടി നോക്കുമ്പോൾ നമ്മുടെ വേദ അവിടെ ഇങ്ങനെ കാവലിരിക്കുക പുറത്ത്, ഉറങ്ങാതെ ആ ഒരു രാത്രി കേട്ടോ. അപ്പൊ നമ്മുടെ വിക്രം ഇങ്ങനെ നോക്കിയിട്ട്, ഇവൾക്ക് ഉറക്കവുമില്ലേ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ കൂട്ടുകാരെ ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. അപ്പൊ എന്തായാലും വിക്രത്തിനെ അങ്ങാട് വലിച്ചു മുറുക്കി പിടിച്ചിരിക്കുക നമ്മുടെ വേദ. വിക്രത്തിനെ നന്നാക്കിയേ അടങ്ങൂ എന്നുള്ള ഒരു ശപഥത്തിൽ തന്നെയാട്ടോ. എന്തായാലും ഒരു പൊളിച്ചല്ലേ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.